ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ലെ വീഡിയോ ആണ്. മൊഡ്യൂൾ 1ൽ നമ്മൾ 14 വീഡിയോസ് ചെയ്തു. മൊഡ്യൂൾ 2ലെയാണ്. മൊഡ്യൂൾ 2ൽ നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾ ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ലെവൽ കേഴ്സ് ഓഫ് 2 വേരിയബിൾ, ലിമിറ്റ് ഫോർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ, കണ്ടിന്യൂറ്റി ഫോർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫങ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾ, partial derivative and continuity, second order partial derivative, the mixed derivative theorem, the chain rule, functions of 2 variables. ഇതിൻ്റെ അകത്ത് ഈ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ എന്ന് പറയുന്ന സെക്ഷനിലെ നമ്മുടെ തോമസ് കാൽക്കുലസിലെ സെക്ഷൻ 14.1, 14.2, 14.3, 14.4 ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഡെഫിനിഷൻ, ഡൊമൈനും റേഞ്ചുമാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് കൊടുക്കുക, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അറ്റ് ദ പോയിന്റ് 304. അപ്പം ഇതിൻ്റെ ആൻസർ നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു എക്സിന് 3യും വൈക്ക് 0യും സെഡിന് 4ഉം കൊടുത്താൽ root of 3 square plus 0 square plus 4 square equal to root 25 equal to 5. ഇവിടെ ഡബ്ല്യുവിൻ്റെ വാല്യൂ 5 ആണ്. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡബ്ല്യു ഈക്വൽ ടു 5 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഔട്ട്പുട്ട് വാല്യൂ ഇവിടെ ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും സെഡുമാണ്. ഇൻപുട്ട് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം എങ്ങനെയാന്ന്. സപ്പോസ് ഡി ഈസ് ദ സെറ്റ് ഓഫ് n ട്യൂപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് x1, x2, xn. ഇവിടെ നമ്മൾ എക്സും വൈയും സെഡുമാണ്, 3 വേരിയബിൾ ആണ്. 3 ഡയമെൻഷനിലാണ് ഇൻപുട്ട് വേരിയബിൾ. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓൺ ഡി ഈസ് ദ സെറ്റ്, എ റൂൾ ദാറ്റ് അസൈൻസ് എ റിയൽ നമ്പർ w ഈക്വൽ ടു എഫ് ഓഫ് x1, x2, xn. ഇപ്പോൾ നമുക്കിവിടെ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ ഇത് ഡബ്ല്യു ആണ് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് വൈ സെഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് x1, x2, xn ആണെങ്കിൽ n ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ നമുക്ക് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഔട്ട്പുട്ട് വേരിയബിൾ ആണ്. ഇതിന് ഡൊമൈൻ എന്ന് പറയുന്ന എക്സ് വൈ സെഡിലെ സെഡ് എന്ന് പറയുന്ന പോയിന്റുകളാണ്. അത് 3 ഡയമെൻഷനിലെ എല്ലാ എക്സ് വൈ സെഡുമാണ് ഇതിന് ഡൊമൈൻ. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന ഡബ്ല്യു ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് ഇതിവിടെ എന്തായിരിക്കും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഡബ്ല്യു. അപ്പം നമ്മൾ ഈ ഡൊമൈനും റേഞ്ചും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ്. ഡൊമൈൻ ആൻഡ് റേഞ്ച്. In defining a function more than one variable, follow the usual practice for excluding input that leads to the complex number. അപ്പോൾ ഡബ്ല്യു ഒരിക്കലും കോംപ്ലക്സ് നമ്പർ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഡിവിഷൻ ബൈ 0യും പറ്റൂല. ഇപ്പോൾ ഈ എക്സാമ്പിൾ, ഈ എഫ് ഓഫ് എക്സ് വൈക്കൽ റൂട്ട് ഓഫ് വൈ മൈനസ് എക്സ് സ്ക്വയർ, ദെൻ വൈ കനോട്ട് ബി ലെസ് ദാൻ എക്സ് സ്ക്വയർ. വൈ എക്സ് സ്ക്വയറിനേക്കാൾ ചെറുതാകാൻ പാടില്ല. ഇവിടുത്തെ ഈ എക്സാമ്പിളിൽ വൈ എക്സ് സ്ക്വയറിനേക്കാൾ ചെറുതാകുമ്പോൾ എന്തായിരിക്കും? ഈ റൂട്ട് ഓഫ് മൈനസ് വാല്യൂ കിട്ടുക. അപ്പോൾ കോംപ്ലക്സ് നമ്പർ കിട്ടും, അത് കിട്ടാൻ പാടില്ല. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/xy, ദെൻ എക്സ് വൈ കനോട്ട് ബി 0. എക്സ് വൈ 0 ആകാൻ പാടില്ല. 1/0 എന്തായിരിക്കും? അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അങ്ങനെയും വരാൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാം. ഇതാണ് നമ്മൾ ഡൊമൈനെടുക്കുമ്പോൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എടുക്കുമ്പോൾ ആൻസർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം, റിയൽ വാല്യൂസ് ആയിരിക്കണം, ഡബ്ല്യു റിയൽ ആയിരിക്കണം. അപ്പോൾ ഇൻപുട്ട് വേരിയബിൾ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 1. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ നോക്കുവാണ്. സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? ഈ റൂട്ടിനുള്ളിൽ വരുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഡൊമൈൻ. ഇതിൻ്റെ റേഞ്ചോ 0 മുതൽ ഇൻക്ലൂഡിങ് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇൻഫിനിറ്റി വരില്ല. അപ്പം 0യോ അതിൽ കൂടുതലോ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സാണ് ഇതിൻ്റെ റേഞ്ച്. ഇനി സെക്കൻഡ് എക്സാമ്പിളിൽ
സെഡ് ഈക്വൽ ടു 1/xy. ഇതിന്റെ ഡൊമൈനിൽ എന്തില്ല? xy നോട്ട് ഈക്വൽ ടു, ഈ xy 0 ആകാൻ പാടില്ല. xy 0 അല്ലാത്ത എല്ലാ പോയിന്റും റിയൽ നമ്പേഴ്സിലും 2 ഡയമെൻഷണൽ പോയിന്റും എക്സും വൈയും ആയിട്ടുള്ള എല്ലാ എക്സും വൈയും ഇതിൽ വരും. ഇതിന്റെ റേഞ്ചോ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. 0 ഉണ്ടാവില്ല ഇതിന്റെ റേഞ്ച് സെറ്റിൽ. -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റ് വരും 0 ഒഴിച്ച്. 0 വരില്ല. ഇനി തേർഡ് sin xy. ഇതിനകത്ത് എന്താ? എക്സിനും വൈക്കും ഏത് വാല്യൂവും കൊടുക്കാം. അപ്പൊ സൈൻ ഓഫ് എക്സിന് ഏത് റിയൽ നമ്പറും കൊടുക്കാം, വൈക്ക് ഏത് റിയൽ നമ്പർ. അതാണ് എൻറ്റയർ പ്ലെയിൻ, XY പ്ലെയിൻ ആണ്. എക്സിനും വൈക്കും ഇഷ്ടമുള്ള പോയിന്റുകൾ കൊടുക്കാം. എൻറ്റയർ പ്ലെയിൻ ആണ്. അപ്പൊ സെഡ് എന്തായിരിക്കും? സെഡിന്റെ സൈൻ ഓഫ് തീറ്റ, സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? -1നും +1നും ഇടയിലായിരിക്കും. അപ്പൊ റേഞ്ച് -1 +1 ആയിരിക്കും ഇതിന്റെ റേഞ്ച്. ദെൻ നമുക്ക് അടുത്ത് നോക്കാം. ഇനി 3 വേരിയബിൾസ്. W ഈക്വൽ ടു √(x² + y² + z²). അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്സിനും വൈക്കും സെഡിനും ഇഷ്ടമുള്ള റിയൽ നമ്പേഴ്സ് കൊടുക്കാം. അപ്പം 3 ഡയമെൻഷനിൽ ഏത് പോയിന്റും വരും എക്സും വൈയും സെഡും ആയിട്ട്. അപ്പൊ എൻറ്റയർ സ്പേസ് ആണ്. സ്പേസിലെ ഏതൊരു പോയിന്റും എക്സും വൈയും സെഡും ആയിട്ട് എടുക്കാം. ഇതിന് റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് 0 മുതൽ ഇൻക്ലൂഡിങ് 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇനി ഇതോ 1/x² + y² + z². അപ്പം XYZ ഒരിക്കലും ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. ബാക്കിയുള്ള എൻറ്റയർ സ്പേസും വരും. XYZ, എക്സും വൈയും സെഡും ഒരേ സമയം 0 ആകാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ വരുന്നത് 0 വരില്ല. 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റും വരും. ഇവിടെ 0യും വരും. കാരണം എന്താ? ഇവിടെ എക്സിനും വൈക്കും സെഡിനും 0 കൊടുത്തു കഴിഞ്ഞാൽ W ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ 0 വരും. പക്ഷെ രണ്ടാമത്തേൽ എന്ത് വരൂല? 0 വരൂല. ദെൻ തേർഡ് വൺ, XY log Z. log Z, സെഡ് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെഡിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് എന്താ? ഹാഫ് സ്പേസ് ആണ്. സെഡ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ സ്പേസിലെ എല്ലാ പോയിന്റുകളും, സെഡ് പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസിലെ എല്ലാ പോയിന്റും ഡൊമൈനിൽ വരും. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയിൽ വരുന്ന എല്ലാ പോയിന്റുകളും വരും. എല്ലാ റിയൽ നമ്പേഴ്സും വരും. അതാണ് റേഞ്ച്. ദെൻ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ. ഇവിടെ നോക്കുക. ദ ക്ലോസ്ഡ് ഇന്റർവെൽ AB. ക്ലോസ്ഡ് ഇന്റർവെൽ AB എന്ന് പറഞ്ഞാൽ ഇതാണ് AB. ഇതിനാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ സെറ്റിൽ എയും ബിയും ഉണ്ട്. അതിനിടയിലുള്ള എല്ലാ പോയിന്റും വരും. ഇനി ഓപ്പൺ ഇന്റർവെൽ AB എന്ന് പറഞ്ഞാലോ, ഇതാണ് ഓപ്പൺ ഇന്റർവെൽ AB. ഓപ്പൺ ഇന്റർവെൽ AB. ഇതിനകത്ത് എയും ഇല്ല ബിയും ഇല്ല. അതിനിടയിലുള്ള എല്ലാ പോയിന്റും വരും. ഇനി ഇത് നോക്കാം. ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ. ഇതിൻ്റെ അകത്ത് എ ഇതിനകത്ത് ഉണ്ടാവും, ബി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നമ്മൾ നൈദർ ഓപ്പൺ നോർ ക്ലോസ്ഡ് എന്നാ പറയുക. ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ല. അപ്പോൾ നിങ്ങൾ ഓർമ്മ വേണം, ഇതാണ് ക്ലോസ്ഡ് സെറ്റ്, ഇത് ഓപ്പൺ സെറ്റ്, ഇത് നൈദർ ഓപ്പൺ നോർ ക്ലോസ്ഡ് ആണ്. XY. ഇനി നമ്മൾ അത് റിയൽ ലൈനിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 0 ഇതെടുത്തു. അപ്പം ഇങ്ങനെയുള്ള ഇതാ AB. ഇനി നമ്മൾ 2 വേരിയബിൾ എടുക്കുക. 2 വേരിയബിളിൽ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇന്റീരിയർ പോയിന്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. എ പോയിന്റ് x0 y0. ഒരു x0 y0 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് x0 y0 എന്ന് പറയുന്ന പോയിന്റ്. ഇന്ന സെറ്റ് R, ഇതാണ് R എന്ന് പറയുന്ന സെറ്റ്. ഇന്റീരിയർ പോയിന്റ് ഓഫ് R എന്ന് പറയണമെങ്കിൽ ഈ x0 y0, ഇതാണ് x0 y0 എന്ന് പറയുന്ന പോയിന്റ്. x0 y0 സെന്ററായി ഒരു ഡിസ്ക് എടുത്താൽ അത് ആറിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഇത് ഈ ആറിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും.
അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് ആറിലെ ഈ ആർ എന്ന് പറയുന്ന സെറ്റിലെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറയും. ഇന്റീരിയർ പോയിന്റ് ഇതാണ്. ഇനി എക്സ് നോട്ട് വൈ നോട്ട് ബൗണ്ടറി പോയിന്റ് ആണെന്ന് പറയണമെങ്കിലോ, ഇഫ് എവരി ഡിസ്ക് സെന്റേഡ് കണ്ടെയ്ൻ എ പോയിന്റ് ദാറ്റ് ലൈ ഔട്ട്സൈഡ് ഓഫ് ആർ ആസ് വെൽ ആസ് പോയിന്റ് ദാറ്റ് ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറിലെ പോയിന്റും ഉണ്ടാവും, ആറിന്റെ പുറത്തുള്ള പോയിന്റും ഉണ്ടാവും. ഇത് കണ്ടോ, ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, എക്സ് നോട്ട് വൈ നോട്ട്, ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്, ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ എക്സ് നോട്ട് വൈ നോട്ട് സെൻട്രായി എടുക്കുന്ന ഒരു ഡിസ്കിൻ്റെ അകത്ത് ആറിലെയും പോയിന്റ് ഉണ്ടാകണം, ആറിന് പുറത്തെയും പോയിന്റ് ഉണ്ടാകണം. അപ്പം ഈ എക്സ് നോട്ട് വൈ നോട്ട് ആറിലുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1. ഇതിനെ നമ്മൾ, ഇതാണ് ഈ ഡിസ്ക് ആണ്, ഓപ്പൺ ഡിസ്ക്. എവരി പോയിന്റിന് ഇന്റീരിയർ പോയിന്റ്. ഈ ബൗണ്ടറിയിലുള്ള പോയിന്റ് വരുന്നില്ല, ഇതിനുള്ളിലുള്ള എല്ലാ പോയിന്റുകളും, ഇതിനെ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ പോയിന്റും ഇന്റീരിയർ പോയിന്റ് ആണ്. എല്ലാ പോയിന്റും ഇന്റീരിയർ പോയിന്റ് ആണ്. കണ്ടോ, ഏതൊരു പോയിന്റ് എടുത്താലും അത് സെന്ററായി ഒരു ഡിസ്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിലുള്ള എല്ലാ പോയിന്റും ഇന്റീരിയർ പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സെറ്റിനെ ഓപ്പൺ സെറ്റ് എന്നാ പറയുക. ലെസ് ദാൻ 1 ആണ്. ഇത് നോക്കുക, ഇത് കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇതാ ഈ ബൗണ്ടറി മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബൗണ്ടറി ഓഫ് യൂണിറ്റ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ് സർക്കിളാണ്, ബൗണ്ടറി മാത്രമേ ഉള്ളൂ. ഇനി ഇത് നോക്കുക, ഇതിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഇതിലുള്ള എല്ലാ പോയിന്റും ഉണ്ട്, ഈ ബൗണ്ടറി പോയിന്റും ഉണ്ട്. ഇതിനെ നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക് എന്ന് പറയും. ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്തുള്ള ഇന്റീരിയർ പോയിന്റും ഉണ്ടാവും, ബൗണ്ടറി പോയിന്റും ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക്. ഇന്റീരിയർ പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇത് ഓപ്പൺ ഡിസ്ക് ആണ്, ഇത് ബൗണ്ടറി ആണ്, ബൗണ്ടറി ഓഫ് ദ ഡിസ്ക്. നെക്സ്റ്റ് ഡെഫിനിഷൻ. The set of points in the plane where the function f of xy has a constant value f of xy equal to c. f of xy equal to c is called the level curve of f. The set of all point x, y, f of xy in space for xy in the domain of f is called the graph of f. ഇതാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് വൈ. ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് ഓഫൺ കോൾഡ് ദ സർഫസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പൊ നമ്മള് ദ ഗ്രാഫ് ഓഫ് f of xy equal to 100 minus x square minus y square. അപ്പം f of xy equal to 100 minus x square minus y square എന്ന് പറയുന്ന ഗ്രാഫ്. അതിന് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എക്സിനും വൈക്കും, അപ്പൊ ഇതിന് ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സെഡ് ആണ്. എക്സിനും വൈക്കും ഓരോ വരിക, എക്സിനും വൈക്കും 0 കൊടുത്താൽ എന്തായിരിക്കും, സെഡ് ഈക്വൽ ടു 100. ഇതാ ഈ ഹൈറ്റ്, ഇതാണ് സെഡ് ഈക്വൽ ടു 100. ഈ പോയിന്റ് കിട്ടും. അങ്ങനെ നമ്മൾ എക്സിനും വൈക്കും ഓരോ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ 100ൽ താഴെയാണെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് 100 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ 100ൽ താഴെയാണെങ്കിൽ നമുക്ക് ഓരോ എക്സും വൈക്കും ഓരോ സെഡ് കിട്ടും. അത് ഈ ഗ്രാഫ്, അതാണ് ഈ ഗ്രാഫ്.
അല്ലെങ്കിൽ ആ സർഫസ്. ഇതൊരു 3 ഡയമെൻഷൻ ഫിഗർ ആണ്. ഇതിനെ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയും, അല്ലെങ്കിൽ സർഫസ് സെഡ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയും. ഇനി നമ്മൾ ഇതിന്റെ ലെവൽ കേഴ്സ് കണ്ടുപിടിക്കണം. ലെവൽ കേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഇതിനെ ലെവൽ കേഴ്സ് എന്ന് പറയുന്നത് ആദ്യം and plot the level curves of f of xy equal to 0. f of xy എന്ന് പറയുന്നത് എന്താണ്? f of xy equal to 100 minus x square minus y square. f of xy equal to 0 എന്ന് കൊടുക്കുക. 0 എന്ന് കൊടുക്കുക. അപ്പോൾ 100 minus x square minus y square equal to 0. 100 minus x square minus y square equal to 0. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ ലെവൽ കേഴ്സ്. എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ സി എന്ന് പറയുന്നത് 0 ആണ്. സി എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ ലെവൽ കേഴ്സ് ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ. അതെന്തായിരിക്കും? വിച്ച് ഈസ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റേഡ് അറ്റ് ദ ഒറിജിൻ. ഇത് കണ്ടോ? ഈ സർക്കിൾ, ഇതാ ഈ സർക്കിൾ, ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ സർക്കിളാണ് സെന്റേഡ് അറ്റ് ഒറിജിൻ. ഇനി നമുക്ക് വേറെ ലെവൽ കേഴ്സ് വരയ്ക്കാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 51. അപ്പോൾ ഈ 100 എന്നുള്ളത് 10 സ്ക്വയർ 51 ആവും. അപ്പോൾ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 51. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ. ഇതാണ്. അപ്പം ഇതാണിത് രണ്ടാമത്തെ സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ. ഇതാണ് യൂണിറ്റ് സർക്കിൾ. ഇനി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 കൊടുത്താലോ? 75 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് കിട്ടും. അപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 25, 5 സ്ക്വയർ. അപ്പം 5 റേഡിയസ് ആയിട്ടുള്ള അടുത്ത സർക്കിൾ കിട്ടും. ഇനി നമ്മൾ ഇതിന് നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 100-നേക്കാളും കൂടുതൽ വാല്യൂസ് കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 100-നേക്കാളും കൂടുതൽ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 144 കൊടുക്കുക. 144 കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 144. അപ്പം എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ 100. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു -44 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 144 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 144 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ എന്തായിരിക്കും? സെഡിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു -44 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ -44 ആയിട്ട് എടുത്താൽ, സെഡിന്റെ വാല്യൂ -44 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 144 എന്ന് പറയുന്ന സർക്കിൾ ആയിരിക്കും. 12 റേഡിയസിൽ 0 സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരുന്ന ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഗ്രാഫ് വരച്ചു. പിന്നെ ആൻഡ് പ്ലോട്ട് ദ ലെവൽ കേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലെവൽ കേഴ്സ് ആയിരിക്കും എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളാണ്. പിന്നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 51, അതെന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിള്.
പിന്നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 75 എന്ന് പറഞ്ഞാലോ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിള്. ഇനി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു -44 എന്ന് പറഞ്ഞാലോ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് പറയുന്ന സർക്കിള്. അവിടെ ഗ്രാഫ് എന്തായിരിക്കും? സെഡ് നെഗറ്റീവ് ആയിരിക്കും. അവിടെ സെഡ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ അതിൻ്റെ ഗ്രാഫ്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇത് 10, ഇത് 7, ഇത് 5. ഇതിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് ശരിക്കും നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.